ടു മൈ ചാനൽ. ഡേ ടുഡേയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചതാണ്. എന്താണെന്ന് റെസിപ്പി അന്നേരം പറഞ്ഞില്ല. ഇതാണ് നമ്മൾ ചീസ് ബോൾ. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് ഒന്ന് കാണാം. അതിനു വേണ്ടി ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പിന്നെ ബ്രെഡ് ക്രംസ് വേണം അതിന്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ്. പിന്നെ ഇത് നമ്മൾ ചീസ്, മൊസറല്ല ചീസാണ്. ചീസിനെ കുറിച്ചിട്ട് ചെറിയൊരു സ്റ്റോറി കേട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് തിരിച്ചു വരാം. ഇറ്റാലിയൻ ഭക്ഷണത്തിലെ പ്രധാന ഘടകമാണ് ചീസ്. പാൽ പിരിച്ചുണ്ടാകുന്ന ഉൽപ്പന്നമാണ് ചീസ്. പനീറും പാൽ പിരിച്ചുണ്ടാകുന്ന ഉൽപ്പന്നമാണ്. ഇതും ഒരു തരത്തിലുള്ള ചീസ് ഉൽപ്പന്നമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീസാണ് പനീർ. പാൽ പിരിച്ചുണ്ടാക്കുന്ന പനീരിനെ പ്രത്യേക തരത്തിൽ സംസ്കരിച്ചാണ് പലതരം ചീസുകളായി ഉൽപ്പാദിപ്പിക്കുന്നത്. ചീസ് നമുക്ക് പാകം ചെയ്തും അല്ലാതെയും കഴിക്കാം. 100 ഗ്രാം ചീസിൽ 20 ഗ്രാം പ്രോട്ടീനും 25 ഗ്രാം കൊഴുപ്പും 348 കലോറി ഊർജവും 790 ml കാൽസ്യവും 520 ml ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുള്ളതാണ്. പ്രധാനമായും 3 തരം ചീസുകളാണ് ഉള്ളത്: ക്രീം ചീസ്, സോഫ്റ്റ് ചീസ്, ഹാർഡ് ചീസ്. ചീസിൽപ്പെട്ട ഒന്നാണ് ഫെറ്റ ചീസ്. ഗ്രീക്ക് സ്റ്റൈലിലുള്ള ചീസാണിത്. ആദ്യകാലങ്ങളിൽ ആടിന്റെയും ചെമ്മരിയാടിന്റെയും പാലിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ പശുവിൻ പാലിൽ നിന്നാണ് ഫെറ്റ ചീസ് ഉണ്ടാകുന്നത്. ഉണ്ടാക്കിയ ശേഷം ഉപ്പുവെള്ളത്തിൽ സൂക്ഷിക്കുന്നതിനാൽ ഇതിന് ഉപ്പുരസം കൂടുതലാണ്. ഉപ്പുരസം കുറക്കാൻ 10 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. വേറൊരു തരം ചീസാണ് ബ്രീ ചീസ്. ഇത് ഫ്രാൻസിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകതരം ചീസാണ്. പശുവിൻ പാലിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. കൃത്യമായി സംസ്കരിച്ചെടുത്ത ബ്രീ ചീസിന് ഒരു പ്രത്യേക സുഗന്ധം തന്നെ ഉണ്ടാകും. ഇനി അടുത്തതാണ് മൊസറല്ല ചീസ്. മൊസറല്ല ചീസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ. സലാഡിലും പിസയിലും ഒക്കെ ഉപയോഗിക്കുന്ന മൊസറല്ല ചീസ് ആദ്യകാലത്തൊക്കെ എരുമപ്പാലിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പശുവിൻ പാലിൽ നിന്നാണ് ഇത് ഉണ്ടാക്കി വരുന്നത്. ഇതിന് ചെറിയൊരു മധുരവും ഉണ്ടാകും. അടുത്തത് ഗോഡ് ചീസ്. ഇത് ആട്ടിൻ പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പശുവിൻ പാല് അലർജി ഉള്ളവർ കൂടുതലും ഉപയോഗിക്കുന്ന ചീസാണിത്. പല വൈവിധ്യമാർന്ന ചീസുകളാണ് ഗോഡ് ചീസിലുള്ളത്. അലൂമി, ചെഡാർ ചീസ് ഇവയെല്ലാം ഗോഡ് ചീസിൽ വരുന്നവയാണ്. അടുത്തതാണ് പർമസൻ ചീസ്. ഇതിൽ കൊഴുപ്പിന്റെ അംശം കൂടുതലായിരിക്കും. ഹാർഡ് ചീസ് ഗണത്തിൽപ്പെട്ടതാണ്. 18 മാസം മുതൽ 4 വർഷം വരെയുള്ള കാലയളവ് കൊണ്ടാണ് ഇവ തയ്യാറാക്കുന്നത്. ഗ്രേറ്റ് ചെയ്താണ് ഇവ ഉപയോഗിക്കുന്നത്. പാസ്തയിലാണ് കൂടുതലായും ഇത് ഉപയോഗിച്ചു വരുന്നത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ചീസ് ഏതാണെന്നറിയോ? ഡോങ്കി ചീസ്. അതെ, കഴുതപ്പാലിൽ നിന്നുണ്ടാക്കുന്ന ചീസ്. $500 വരെയാണ് ഇതിന്റെ വില. ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 36,000 രൂപ വരെ ഇതിന് വിലയുണ്ട്. മനുഷ്യ ശരീരത്തിലെ സ്കിന്നിന് ഒരു അസാധാരണ പ്രതിഭാസം നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് കഴുതപ്പാൽ. 100 മുതൽ 200 ml പാൽ മാത്രമാണ് ഒരു കഴുതയിൽ നിന്നും കിട്ടുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് കഴുതപ്പാൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിലയേറുന്നത്. 30 ml കഴുതപ്പാലിന് 500 ഇന്ത്യൻ റുപ്പീസ് വരെ വിലയുണ്ട്. 1 ലിറ്റർ കഴുതപ്പാലിന് എത്ര വിലയുണ്ടാകുമെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. കുക്കിങ്ങിലേക്ക് തിരിച്ചു വരാം. സ്റ്റോറി എല്ലാവരും കേട്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലെക്സുമാണ്. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായി ഉടക്കുക. ഉപ്പിട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നന്നായി ഉടക്കുക. നന്നായി ഉടങ്ങിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ് അതെല്ലാം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂണോളം ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. 1 സ്പൂണോളം നമ്മൾ കോൺഫ്ലവറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിന് നമ്മൾ വെച്ചിരിക്കുന്ന മൈദ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയല്ല നന്ന ലൂസിലും അല്ലാത്ത വിധത്തിൽ അത് ഇതാക്കുക. അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ നമ്മൾ ചെറിയ ബോൾസ് ആയിട്ട് പോലെ നന്നായി പരത്തി കൊടുത്തു. അതിൻ്റെ നടുക്കേക്ക് മൊസറല്ല ചീസും കൂടി വെച്ചു കൊടുത്തു. അതിനുശേഷം അത് നന്നായി ബോൾ പോലെ ഉരുട്ടിയെടുത്തു. ചീസ് ഉള്ളിൽ തന്നെ ആവണം, പുറത്താവാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം അത് കോട്ട് ചെയ്യാൻ വേണ്ടി ആ മൈദ മാവിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടു. നന്നായി ബ്രെഡ് ക്രംസ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു.
ഇതുപോലെയാണ് ആവേണ്ടത്. അങ്ങനെ നമ്മൾ എല്ലാ ചീസ് ബോളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി വെച്ചു. നന്നായി ചൂടായ ശേഷം മാത്രം അതിലേക്ക് നമ്മുടെ ചീസ് ബോൾ ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മൾ ഫ്രൈ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ആക്കിയാൽ മതി. നമ്മുടെ ചീസ് ബോൾ അങ്ങനെ റെഡിയായി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ചീസും ഉരുളക്കിഴങ്ങും മാത്രം ഉണ്ടായാൽ തന്നെ നമുക്ക് ഗസ്റ്റെല്ലാം വന്നാൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഇതുണ്ടാക്കിയവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ അംദുനും ബേബിക്കും ഓൺലൈൻ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടാബാണ്. അതിൽ 2 മൈക്കും ഉണ്ട്. ഒരു ബ്ലൂ, ഒരു പിങ്ക്. ഒന്ന് ബേബിക്കും ഒന്ന് അംദുനും. നമ്മളെ മൊബൈൽ പോലെ തന്നെയാണ്, എല്ലാ ആപ്പും അതിലുണ്ട്. ഗെയിം മാത്രമേ ഉള്ളൂ. അതിനൊരു ബാഗും കൂടി ഉണ്ട്. ബേബി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ബേബി ബ്ലൂ മാത്രമേ എടുക്കുന്നുള്ളൂ. മൈക്ക് പിങ്ക് എടുക്കുന്നില്ല. ബ്ലൂ ആണ് അവൾക്ക് വേണ്ടത്. ഇതാണ് ചാർജ് ചെയ്യേണ്ട സ്ഥലം. ബേബിക്കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റിൽ നോക്കുകയാണ്. ബേബി അന്തും അജുവും കൂടി 3 ആളിരുന്ന് ഭയങ്കര ഇൻട്രസ്റ്റിൽ അത് കാണുകയാണ്. നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വന്നാലോ? ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അബുദാബി മുനിസിപ്പാലിറ്റി മെയിൻ ഓഫീസാണിത്. അതിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ആ പാർക്കിൻ്റെ കാർ പാർക്കിംഗ്. നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ. ഇതാണ് പാർക്കിലേക്ക് പോകുന്ന എൻട്രൻസിൽ പോകുന്ന സ്ഥലം. ഇവിടെ ഫാമിലി ആയിട്ട് വന്നിരിക്കാനും ജോഗിങ് ചെയ്യാനും വ്യായാമം ചെയ്യാനും പറ്റിയ സ്ഥലമാണ്. ഞാനൊരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് പണ്ട് കാലത്തെല്ലാം നാട്ടിലേക്ക് വിളിക്കുന്ന ഫോണാണ്. നാട്ടിലേക്ക് കാർഡിട്ട് വിളിക്കുന്ന ഫോണാണ്. ഇപ്പം അത് വർക്കാവുന്നില്ല. പക്ഷെ അവർ അതവിടെ വെച്ചിരിക്കുന്നുണ്ട്. ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നത് അവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവവും കൂടി ഞങ്ങളോട് ഷെയർ ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക്. വിശാലമായ ഒരു പാർക്കാണിത്. നല്ല പച്ചപ്പും മരങ്ങളും പിന്നെ വാട്ടർ പൂളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അടിപൊളി പ്ലേസാണ്. ഇവിടെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.
നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാം. എല്ലാ ഫുഡിനും ഓഫർ ഇട്ടിട്ടുണ്ട്. കൊറോണ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ആരും പുറത്ത് പോകാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഫുഡിനെല്ലാം നല്ല ഓഫറുണ്ട്. നല്ല ക്യൂ ഉണ്ട്. വരണമെങ്കിൽ നല്ല ക്യൂവിൽ നിന്നിട്ട് വേണം ഇപ്പോഴും കയറാൻ. കാരണം 10 പേരെ വെച്ചിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ കയറ്റുന്നുള്ളൂ. അതുപോലെ ഡിസ്റ്റൻസ് വെച്ചിട്ട് അവിടെ കയറ്റുന്നുള്ളൂ. താഴെ സ്റ്റിക്കറും ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് മോണിറ്റർ. ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ മോണിറ്റർ സിസ്റ്റമാണിത്. ടെമ്പറേച്ചർ കൂടുതലുള്ളവരെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറ്റുന്നില്ല. ഗ്ലോസ് ഇട്ട് മാത്രമേ സൂപ്പർ മാർക്കറ്റിൽ കയറാൻ പാടുള്ളൂ. അഥവാ ഗ്ലോസ് ഇട്ടില്ലെങ്കിൽ അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടവർ ഇട്ടതിന് ശേഷം മാത്രമേ കയറാൻ പാടുള്ളൂ. നീണ്ട ക്യൂവിൽ ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ നമ്മളും കയറി. ഉള്ളിലും ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. സേഫ് ഡിസ്റ്റൻസ് വേണ്ടി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ATM കാർഡ് ഇട്ടിട്ട് ക്യാഷ് കിട്ടുന്നത് പോലെ ഇവിടെ ക്യാഷ് ഇട്ട ജ്യൂസ് കിട്ടും. നല്ല ഫ്രഷ് ജ്യൂസാണ്. ഇതിൽ ഷുഗറോ വെള്ളമോ ആഡ് ചെയ്യുന്നില്ല. ആദ്യം ഇതിന് 10 ദിർഹംസ് ആയിരുന്നു. ഇപ്പോൾ 5 ദിർഹംസിന് ഓഫർ ഇട്ടിട്ടുണ്ട്. ഇതൊരു നല്ല ബിസിനസ് ഐഡിയ ആണ്. നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കമ്പനിക്കാർ പരസ്യം കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓറഞ്ച് ജ്യൂസ് കിട്ടി. ഒരെണ്ണം മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമാണ്. ഫുൾ പാക്കഡ് ആയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, കാർ പാർക്കിങ്ങിലും അവർ ഡിസ്റ്റൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കൂ, അവർ അറേഞ്ച് ചെയ്ത് വെച്ചത്. നോമ്പായതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയി നോമ്പ് തുറന്ന ശേഷം മാത്രമേ ഇത് കുടിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സാനിറ്റൈസർ എല്ലാവരും കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞങ്ങളെപ്പോഴും കയ്യിൽ ഈ ചെറിയൊരു സാനിറ്റൈസർ ബാഗിലെപ്പോഴും വെക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ വീട്ടിലെത്തി. ഇതാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. ഒരു കേക്ക്, പിന്നെ ഞാൻ കാണിച്ച ജ്യൂസ്, പിന്നെ ഒരു ചോക്ലേറ്റ് ആൽമണ്ട് മിൽക്ക്, പിന്നെ ഇതൊരു പുതിയൊരു ഐസ്ക്രീമാണ്. കോട്ടൺ ക്യാൻഡി എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം. നമ്മളെ പഞ്ഞി മുട്ടയില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ പോലെ ഇല്ല. ശരിക്കും പഞ്ഞിമുട്ടായി കഴിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ പറയുക. ഇത് നാട്ടിൽ കിട്ടുന്നുണ്ടോ എന്നറിയില്ല. കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. രാത്രിത്തെ ഫുഡിന് വേണ്ടി നമ്മൾ ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായി. അത് ഓൾറെഡി ഞാൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഞണ്ട് നന്നായി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ചേർത്താണ് ഞാൻ മസാല തയ്യാറാക്കിയത്. ഒരു മണിക്കൂറോളം വെക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ ആദ്യമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പാത്രം വെച്ച് അതിൽ നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ മസാല വെച്ചിരിക്കുന്ന ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ ഞണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി അതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന സെയിം പാത്രത്തിൽ തന്നെയാണ് ചെയ്തത്. സെയിം ഓയിലിൽ തന്നെ, വേറെ ഓയിൽ വേണമെന്നില്ല. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക്. അത് നന്നായി മൂത്തതിന് ശേഷം മാത്രം ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാകും. അതിനുശേഷം മാത്രമേ ഉള്ളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് നന്നായി അത് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളിയും കൂടി ചേർത്തു.
ഉപ്പും കൂടി ചേർത്തിട്ട് അത് നന്നായി വേവാൻ വെക്കുക. അടച്ച് വെച്ചിട്ട് ഞാനത് കുറച്ച് സമയം ഒരു 5 മിനിറ്റോളം അത് വേവിച്ചു. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി അത് വഴറ്റി കൊടുക്കുക. ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. അത് നന്നായി വഴറ്റിയ ശേഷം നമ്മൾ ഞണ്ട് ഫ്രൈ ആക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതെല്ലാം യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയെല്ലാം അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മളുടെ ചെടി വളർന്നു. അങ്ങനെ നമ്മളത് കട്ട് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.